ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു യാത്ര പോകട്ടെ ഗൈസ്. അപ്പോൾ എങ്ങോട്ടുമല്ല, ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പോവാണ്. അപ്പോൾ യുൻസാക്ക് കുറേ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇവനെ ഞാൻ സ്കൂളിൽ ലീവുള്ള ദിവസം പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ യുദ്ധം കാരണം ഞങ്ങൾ പേടിച്ചിട്ട് പോവാതിരുന്നായിരുന്നു. അപ്പോൾ മോനിക്ക് കുറേ അവിടെ ദുബായി ഒന്ന് കാണണം, ഓനെ കൊണ്ടുപോകണം എന്നൊക്കെ കരുതിയിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ പോകാമല്ലോ വിചാരിച്ചിങ്ങനെ നിന്നിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ, കാരണം അനിയത്തി പ്രസവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓളെയും കുട്ടീനെ ഇട്ടിട്ട് പോകുമ്പോഴും ഒക്കെ നല്ല സങ്കടമുണ്ട്. പക്ഷേ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ടല്ലേ, അത് നമ്മളെ ഇന്നൊക്കെ ഒരു റിലാക്സ് ആവുമല്ലോ വിചാരിച്ചിട്ടാണ് ഒന്നാമത് പോകാമെന്നുള്ള തീരുമാനം കൂടി ആയത്. പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കല്ലേ, വേറെ എവിടേക്കായാലും നമുക്ക് സങ്കടമായിക്കണം, പക്ഷെ ഇത് കാക്കുവിൻ്റെ അടുത്തേക്കല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോകാമെന്നുള്ള വിചാരമായിട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ എയർപോർട്ടിലെത്തി. മൂത്തച്ഛനും ഞാൻ അളിയാക്കി ഉണ്ടായിരുന്നു കൊണ്ടാക്കി തരാൻ. പിന്നെ കുറച്ച് നേരം ഡിലേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിസ്കാര റൂമിൽ കയറി നിസ്കാരവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു. കാരണം മഗ്‌രിബ് നിസ്കാരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ മോന് കളിക്കലും ഓനിക്ക് റിലാക്സ് ആവും. പിന്നെ കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂർ ഡിലേ ആയിട്ടാണ് പോയത്. നാട്ടിൽ നിന്ന് 12 മണിക്ക് കഴിഞ്ഞിരുന്നു അവിടുന്ന് കയറിയപ്പോൾ. പിന്നെ മോനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നു കേട്ടോ, ഓന് ആദ്യമായിട്ട് കയറുകയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പിന്നെ അത് വലിയ ഇതൊന്നും ഉണ്ടായില്ല. ഞാനിത് സെക്കൻഡ് ടൈമാണ് കയറുന്നതും. അപ്പോൾ എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. പക്ഷേ മക്കളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ മക്കളെ കാര്യമല്ലേക്കും നമുക്ക് ടെൻഷനല്ലേ, ഇനി ഇവരോ അതിലിരുന്ന് കാര്യമോ അങ്ങനെയൊക്കെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോനൂസ് നിതാല് കാര്യമെന്നുള്ള ടെൻഷനിൽ എനിക്ക് ആകെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറിയ കുട്ടി കാര്യമെന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ തന്നു കേട്ടോ മേഡം അവിടുന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് കരഞ്ഞൊന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയിരുന്നു, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല, എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഉറക്കമൊന്നും വന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്.